നമസ്കാരം. ഞാൻ ശാക്തേയ ഉപാസകൻ. സജ്ജനങ്ങളുമായിട്ട് നമ്മൾ ചർച്ച വിഷയം ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം ഒന്നാം പാദ നക്ഷത്ര ജാതകരുടെ 2026 മാർച്ച് ഏപ്രിൽ മാസ ജ്യോതിഷ ഫല സാധ്യതകളാണ്. ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരവശാലുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചാണ്. ഇതെങ്ങനെയാണ് ഒരു ചിങ്ങക്കൂറുകാരൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുണ്ടോ എന്ന് ചോദിച്ചാൽ, ഏതൊരു ചിങ്ങക്കൂറുകാരൻ്റെയും ജാതകമനുസരിച്ച് 2026 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങളെ കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക. കേതൂർ ജന്മത്തിലും രാഹു 7-ലും വ്യാഴം 11-ലും ശനി 8-ലും അടക്കം സ്ഥിതി ചെയ്യുന്ന ശരാശരി ഗ്രഹസ്ഥിതിയാണ്. ഇത് വെച്ചുകൊണ്ട് നമ്മൾ ചിങ്ങക്കൂറിൽപ്പെട്ട മകം നക്ഷത്രജാതൻ്റെ 2026 മാർച്ച് മാസത്തിലെ ജ്യോതിഷ ഫല സാധ്യതകളെ വിലയിരുത്തിയാൽ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഏകദേശം വിജയിക്കുന്നതാണ്. കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ ഏകദേശം വിജയം കാണാനിടയുണ്ടെങ്കിലും മനസ്സറിയാതെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ പുറപ്പെട്ടു വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദാമ്പത്യ വിഷയത്തിൽ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും ക്ഷമയും പുലർത്തേണ്ടുന്ന ഒരു കാലഘട്ടമാകുന്നു. യാത്രാവേളകൾ ദുരിതമയമാകാതിരിക്കാൻ വേണ്ടുന്ന ശ്രദ്ധയും ജാഗ്രതയും വാഹന നിയന്ത്രണത്തിലടക്കം പാലിക്കണം. ധനപരമായിട്ടുള്ള കടബാധ്യതകൾ തീർക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ വിജയിക്കാനിടയുണ്ട്. ഉദ്യോഗ കയറ്റമോ സ്ഥലം മാറ്റമോ അല്ലെങ്കിൽ തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട്. പ്രവാസ ജീവിതത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ്. വിദേശത്ത് ഉപരിപഠന വിഷയങ്ങളുമായിട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അത്തരം കാര്യങ്ങൾ നടന്നു മാറാനിടയുണ്ട്. പ്രണയ വിഷയങ്ങളിൽ ചില പുരോഗതികൾ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ്. ആരോഗ്യകാര്യത്തിൽ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ സൽകീർത്തിക്ക് വഴിയൊരുക്കുന്ന തരത്തിലുള്ള ചില നല്ല കാര്യങ്ങളിലൊക്കെയാണ് ഇടപെടാനുള്ള സാധ്യതയുണ്ട്. ഗ്രഹസംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. വാഹന ഗുണം പ്രതീക്ഷിക്കാവുന്നതാണ്. യാത്രാവേളകൾ ദുരിതമയമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന് പറയുന്നതിനൊപ്പം തന്നെ പങ്കാളിത്ത ഏർപ്പാടുകൾ കൊണ്ട് പ്രതീക്ഷിക്കുന്നത്ര ഗുണഫലങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അപ്പോൾ സാമ്പത്തിക കാര്യത്തിലായിരിക്കണം ജാഗ്രതയും ശ്രദ്ധയും വേണ്ടത്. സാമ്പത്തികമായിട്ടുള്ള വഞ്ചനയ്ക്ക് ഇരയാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. കടബാധ്യതകളിലേക്ക് കടക്കും മുമ്പ് തന്നെ വലിയ ബാധ്യതകളായി ഭാവിയിൽ മാറുമോ ഈ ബാധ്യതകൾ എന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. കുടുംബപരമായിട്ട് ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവാനിടയുണ്ട്. പ്രത്യേകിച്ച് പൈതൃക സ്വത്തുക്കളെയൊക്കെ സംബന്ധിച്ച്. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ശത്രുക്കളുടെ ശല്യം ഈ കാലഘട്ടത്തിൽ ഉണ്ടായേക്കാം. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കരുതിയിരിക്കേണ്ടുന്നൊരു കാലഘട്ടമാണ്. ചില യാത്രകളൊക്കെ വേണ്ടി വന്നേക്കാം. യാത്രകൾ കൊണ്ട് ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കുവാനുള്ള സാധ്യതയും കൂടുതലായിട്ട് കാണുന്നുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾക്ക് ഇട നൽകാതെ മുന്നോട്ട് പോകണം. വിവാഹ വിഷയത്തിൽ ചില തടസ്സങ്ങൾ വന്നാൽ പോലും അതിനെ മാറ്റിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ശ്രമിച്ചാൽ സാധിക്കുന്നതാണ്. മകം നക്ഷത്രക്കാരുടെ 2026 ഏപ്രിൽ മാസത്തിലെ ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, സാഹസികതകൾ കൊണ്ട് തിരിച്ചടികൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അധ്വാന ഭാരം വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട്. കാര്യവിഘ്നം പല കാര്യത്തിലും പിന്തുടരുന്നതായിട്ട് തോന്നിയേക്കാം. തുടർച്ചയായിട്ടുള്ള പരിശ്രമങ്ങൾ കൊണ്ട് കാര്യവിജയം നേടിയെടുക്കുവാൻ സാധിക്കും. ദാമ്പത്യ വിഷയത്തിലും ചെറിയ അഭിപ്രായ ഭിന്നതകളും വിവാഹ വിഷയത്തിൽ ചില അഭിപ്രായ ഭിന്നതകളും ഉണ്ടാവാനിടയുണ്ടെങ്കിൽ പോലും അവയൊക്കെ മാറ്റിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഏകദേശം വിജയപഥത്തിലെത്താൻ തന്നെ സാധ്യതയുണ്ട്. കടബാധ്യതകളൊക്കെ പൂർണ്ണമായിട്ടും തീർക്കാൻ വേണ്ടുന്ന പരിശ്രമങ്ങൾ ഏറെക്കുറെ വിജയിക്കും. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജാമ്യം നിൽക്കുവാനോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ചുമതലകൾ ഏറ്റെടുക്കാനോ ഒക്കെ പോകാതിരിക്കുകയാണ് നല്ലത്. അവനവൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നുകൊണ്ട് തന്നെ കാര്യങ്ങൾ അവനവനാൽ കഴിയുന്ന രീതിയിൽ ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. അഷ്ടമശനി ദോഷം ഉള്ളത് കൊണ്ട് തന്നെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ദുരിതങ്ങളും അപകടങ്ങളും ഒക്കെ ഉണ്ടാവാതിരിക്കുവാനും ശത്രുക്കളാൽ ദുരിതമയമാകുന്ന സാഹചര്യത്തിലേക്ക് പോകാതിരിക്കുവാനും വേണ്ടുന്ന ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടതും അനിവാര്യമാണ്. പൂരം നക്ഷത്രജാതരുടെ 2026 മാർച്ച് മാസ ജ്യോതിഷ ഫല സാധ്യതയിൽ എന്തൊക്കെയാണെന്ന് നാം ശ്രദ്ധിച്ചാൽ,
തൊഴിൽപരമായിട്ട് ഏകദേശം കാലം അനുകൂലമാണെങ്കിൽ പോലും തൊഴിലിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വന്നേക്കാം. തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾക്ക് ഇട നൽകാതിരിക്കാൻ ശ്രദ്ധിക്കുക. തൊഴിൽ മേഖലയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത അനുകൂലമാക്കി മാറ്റിയെടുക്കുവാൻ ക്ഷമയോടുകൂടുള്ളൊരു സമീപന ശൈലി ഉപകരിക്കുന്നതാണ്. ദാമ്പത്യ വിഷയത്തിൽ ചില അഭിപ്രായ ഭിന്നതകൾ വരാനിടയുണ്ട്. ദാമ്പത്യ മേഖലയിൽ ഏറെ വിട്ടുവീഴ്ചകൾ വേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. മുൻവിധിയോടുകൂടിയുള്ളൊരു സമീപന ശൈലി ദാമ്പത്യ ജീവിതത്തിൽ പ്രയാസങ്ങൾ സൃഷ്ടിച്ചേക്കാം. പങ്കാളിത്ത ഏർപ്പാടിലും പ്രതീക്ഷിക്കുന്നത്ര വിജയം ലഭിക്കുവാനുള്ള സാധ്യതയില്ല. വിവാഹ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ചെറിയ തടസ്സങ്ങൾ വന്ന് ഭവിക്കാനിടയുള്ളത് കൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ആരോപണങ്ങൾക്ക് വില കൽപ്പിക്കാതെ അവനവൻ്റെ സ്വന്തം ബോധ്യത്തിലും യുക്തിയിലും തോന്നുന്ന രീതിയിൽ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതായിരിക്കും നല്ലത്. വളരെ കാലമായിട്ട് വെച്ച് പുലർത്തിയിരിക്കുന്ന ചില ആഗ്രഹങ്ങൾ സാധിക്കാനിടയുണ്ട്. ചില സ്ഥാനമാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സ്ഥാനക്കയറ്റമോ സ്ഥലമാറ്റമോ പ്രതീക്ഷിക്കുന്നത് പോലെ സംഭവിച്ചേക്കാം. കീർത്തി വർദ്ധിക്കുവാനും തൊഴിൽ മേഖലയിൽ നിന്ന് ധനലാഭം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അതുവഴി കടബാധ്യതകൾക്കൊക്കെ ഒരു പരിഹാരം ലഭ്യമാക്കി എടുക്കുവാൻ ശ്രമിച്ചാൽ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പൊതുവെ ഗുണകരമായിരിക്കും മാർച്ച് മാസം എന്ന് പറയാം. ഇനി ഏപ്രിൽ മാസത്തിലെ 2026 ഏപ്രിൽ മാസത്തിലെ പൂരനക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങൾ ശ്രദ്ധിച്ചാൽ സ്വജനങ്ങളുമായിട്ട് കലഹമുണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിയമപരമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകാതിരിക്കാൻ വേണ്ട ശ്രദ്ധയും ജാഗ്രതയും കൊടുക്കുക. ഏത് കാര്യത്തിലും കാര്യവിഘ്നമുണ്ടായാൽ പോലും അവയെ മാറ്റിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിയാൽ വിജയിക്കുന്നതാണ്. വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ നടന്നു മാറാനിടയുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ സാമ്പത്തിക ലാഭവും സാമ്പത്തിക നേട്ടവും ഈ കാലഘട്ടത്തിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വാഹനങ്ങൾ മാറ്റി വാങ്ങുവാനോ ഗൃഹം മാറി താമസിക്കുവാനോ ഗൃഹം സ്വന്തമാക്കുവാനോ ഒക്കെ ഉള്ള സാധ്യത ഈ കാലഘട്ടത്തിലുണ്ട്. തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. പൂരനക്ഷത്രയാതിരുടെ ഏപ്രിൽ മാസത്തിലെ ഫലങ്ങളും ഏകദേശം ദാമ്പത്യ കലഹത്തിലേക്ക് നയിക്കപ്പെടാതിരിക്കുവാനും യാത്രാവേളകളിൽ ദുരിതമുണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ധനനഷ്ടമുണ്ടാകുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ശ്രദ്ധിക്കണം. അപവാദ പ്രചരണങ്ങളെ നേരിടേണ്ടി വന്നേക്കാം. പ്രവാസ ജീവിതത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങൾ നടക്കും. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പോലും പങ്കാളിത്ത ഏർപ്പാട് ഏകദേശം നഷ്ടത്തിൽ കലാശിക്കാനിടയുണ്ടെങ്കിലും ലാഭപ്രതീക്ഷയിലൂടെ ചെയ്യുന്ന വളരെ കാലമായിട്ട് മനസ്സിൽ വച്ച് പുലർത്തിയിരുന്ന ചില ആഗ്രഹങ്ങൾ സാധിക്കുവാനും അതുവഴി സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനുമുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി ചിങ്ങക്കൂറിൽപ്പെട്ട ഉത്രം 1-ാം പാദ നക്ഷത്രയാത്രയുടെ 2026 മാർച്ച് മാസത്തിലെ ജ്യോതിഷഫല സാധ്യത ശ്രദ്ധിച്ചാൽ ആഗ്രഹ സാഫല്യമാണ്. വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ നടന്നു മാറാനിടയുണ്ട്. അത്തരം കാര്യങ്ങൾ കൊണ്ട് മാനസിക ശാരീരിക സുഖവും ധനലാഭവും ഉണ്ടായേക്കാം. സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. സ്വജനങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കലഹത്തിനുള്ള സാധ്യതയുണ്ട്. നിയമപരമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന തരത്തിലുള്ള സൗഹൃദങ്ങളൊക്കെ ഉപേക്ഷിക്കുന്നത് നന്നായിരിക്കും. ദാമ്പത്യ വിഷയത്തിൽ മുൻപില്ലാത്ത വിധമുള്ളൊരു ശ്രദ്ധയും ജാഗ്രതയും ക്ഷമയും പുലർത്തേണ്ടതാണ്. സാഹസികമായിട്ട് കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന തെറ്റില്ല, പക്ഷേ അതിസാഹസികത അപകടത്തിന് വഴിയൊരുക്കും എന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. വിവാഹ വിഷയങ്ങളിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ മാറ്റിയെടുത്തുകൊണ്ട് പോകാൻ ശ്രമിച്ചാൽ ഒരു പരിധിവരെ വിജയിക്കാനിടയുണ്ട്. ചിങ്ങക്കൂറിൽപ്പെട്ട ഉത്രം 1-ാം പാദ നക്ഷത്രയാതിരുടെ 2026 ഏപ്രിൽ മാസത്തിലെ ജ്യോതിഷ ഫല സാധ്യത ശ്രദ്ധിച്ചാൽ ഏതെങ്കിലും തരത്തിലുള്ള അശ്രദ്ധ കൊണ്ട് അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ശാരീരികമായിട്ടുള്ള ആരോഗ്യ വിഷയത്തിൽ വളരെയേറെ ജാഗ്രത പുലർത്തേണ്ടതാണ്. ശത്രുഭയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാര്യവിഘ്നവും നിയമപരമായിട്ടുള്ള പ്രതിസന്ധിയും സ്വജന വിരോധവും കലഹവും പ്രതീക്ഷിക്കാം. എന്നാൽ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകാൻ സാധിക്കും. സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. തൊഴിൽപരമായിട്ട് ഏകദേശം കാലം അനുകൂലമാണ്. കുടുംബപരമായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും വലിയ കുഴപ്പമില്ലാതെ പോകും. വാഹനം സംബന്ധിച്ചുള്ള ചില നേട്ടങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. പ്രണയ വിഷയങ്ങളൊക്കെ വിവാഹത്തിൽ കലാശിക്കുവാനുള്ള സാധ്യതയുണ്ട്. ദാമ്പത്യപരമായിട്ടോ അല്ലെങ്കിൽ പ്രണയപരമായിട്ടോ ചില അഭിപ്രായ ഭിന്നതകൾ കൊണ്ട് തൽക്കാലം ഒന്ന് മാറി നിന്നാൽ പോലും അകന്ന് നിന്നാൽ പോലും മാസത്തിൻ്റെ അവസാനത്തോടുകൂടി അത് മാറി നിന്നതിനേക്കാൾ കൂടുതൽ തീവ്രതയിൽ ഒന്ന് ഒരുമിക്കുവാനുള്ള സാധ്യതയുണ്ട്. യാത്രാവേളകൾ ദുരിതമയമാകാതിരിക്കുവാനും ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ചിങ്ങക്കൂറുകാരുടെ മകം പൂരം ഉത്രം 1-ാം പാദ നക്ഷത്രജാതരുടെ 2026 മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ പൊതുഫല സാധ്യത എന്താണെന്ന് നോക്കിയാൽ
സാഹസികത മൂലം പരാജയം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അമിതാധ്വാന ഭാരം വർദ്ധിക്കും. മാനസികമായിട്ട് ക്ലേശങ്ങൾ ഉണ്ടാക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. വ്യക്തിത്വത്തെ തന്നെ താഴ്ത്തിക്കെട്ടുന്ന തരത്തിൽ ചില ആളുകളുടെ സംഭാഷണം, പ്രത്യേകിച്ച് ബന്ധുജനങ്ങളുടെ സംഭാഷണം മനോവേദന ഉണ്ടാക്കും. അതുവഴി കാര്യ വിജയത്തിന് തടസ്സം അഥവാ അലസത വരാനുള്ള സാധ്യതയുണ്ട്. ദാമ്പത്യപരമായിട്ട് കലഹം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. യാത്രാവേളകളിൽ ദുരിതമയമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ധനനഷ്ടത്തിൽ ദാമ്പത്തിക വിഷയങ്ങൾ സംബന്ധിച്ച് ധനനഷ്ടം ഉണ്ടാകരുത്. അപവാദ പ്രചരണങ്ങളെ നേരിടേണ്ടി വരും. പ്രവാസ ജീവിതത്തിന് പറ്റിയ കാലഘട്ടമാണ്. പങ്കാളിത്ത ഏർപ്പാടിൽ പ്രതീക്ഷിക്കുന്ന ലാഭം കിട്ടണമെന്നില്ല. വിവാഹ വിഷയങ്ങളുമായിട്ട് സംബന്ധിച്ച് ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാവാൻ ഇടയുണ്ട്. ആഗ്രഹ സാഫല്യത്തിലേക്ക് വഴിതെളിക്കാം. ധനലാഭം പ്രതീക്ഷിക്കാം. സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട്. കീർത്തിയും പ്രശസ്തിയും വർദ്ധിക്കാം. തൊഴിൽ ഭാഗ്യം ലഭിക്കും. ഗൃഹ വാഹന ലാഭം, ഇഷ്ടവിവാഹലബ്ധി എന്നിവ പ്രതീക്ഷിക്കാം. കലഹത്തിനുള്ള സാധ്യത അഷ്ടമശനി ദോഷം നിൽക്കുന്നുണ്ട് പറയാം. സ്വജന വിരോധം, ബന്ധനം, കാര്യവിഘ്നം, ശത്രുഭയം, രോഗദുരിതം തുടങ്ങിയിട്ടുള്ള ദോഷങ്ങളും ശനിദോഷം കൊണ്ട് പറയേണ്ടതാണ്. ദോഷപരിഹാരമായിട്ട് ശനിയാഴ്ച ദിവസം നീല നിറത്തുള്ള വസ്ത്രം ധരിക്കുക. കാക്കയ്ക്ക് എള്ളും തൈരും കലർത്തിയ അന്നം ദാനം ചെയ്യുക. അസ്തമയശേഷം ശാസ്താവിന് നീരാജലവും മഹാദേവന് പിൻവിളക്കം സമർപ്പിക്കുക. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. രക്തപുഷ്പാഞ്ജലി, ഗുരുതപുഷ്പാഞ്ജലി, കുങ്കുമാർച്ചന തുടങ്ങിയിട്ടുള്ള വഴിപാടുകൾ സമർപ്പിക്കുക. ശനിയാഴ്ച ദിവസം രാഹുർകാല സമയത്ത് പ്രാധാന്യം കൊടുത്തുകൊണ്ട് രാഹുർ ക്ഷേത്രത്തിലോ സർപ്പക്ഷേത്രത്തിലോ ദർശനം നടത്തി ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ മാനസിക ബലം വർദ്ധിക്കും. മാനസിക ബലം വർദ്ധിക്കുന്നതനുസരിച്ച് ഏത് തരത്തിലുള്ള പ്രതിസന്ധിയെയും നമുക്ക് തരണം ചെയ്യാനുള്ള ഊർജം ലഭിക്കുന്നതാണ്. അതുവഴി ഏത് പ്രതിസന്ധികളെയും മറികടന്ന് വിജയത്തിൻ്റെ പാതയിൽ തന്നെ 2026 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ സഞ്ചരിക്കുവാൻ ചിങ്ങക്കൂറുകാർക്ക് സാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.